ഒരു സമ്മിശ്രമായ വികാരത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലോക്സഭയിലേക്ക് 8ാം പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട അംഗമെന്ന നിലയിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് എനിക്ക് നൽകിയ ഈ ആദരവിന് ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട്, അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരം വേദികളിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അതിന്റെ പേരിൽ ഒരു പക്ഷേ ശത്രുക്കൾ കൂടിയെന്ന് എഴുതിയേക്കാം. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നില്ല. എങ്കിലും ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള ഒരു വേദി ഇവിടെ രൂപപ്പെടുത്തിയതിൽ ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ആദ്യമായി അഭിനന്ദിക്കുന്നു. ലോക്സഭയിൽ പുതുതായി ജയിച്ചു വന്ന എംപിമാർ 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യം എംപിമാരായവർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ജയിച്ചതെന്ന്. എനിക്ക് അവരോട് മറുപടി പറയാൻ, കാരണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു വരും എന്നുള്ള നിലയിൽ കൃത്യമായി മറുപടി അല്ലെങ്കിൽ അതിന്റെ സുദീർഘമായി മറുപടി പറയാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞു. 8 പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിലെ സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളിൽ ആർക്കും 8 പ്രാവശ്യം ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ. എന്തുകൊണ്ടാണ് അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കീഴടക്കാൻ കഴിയും. ഏത് പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജയിച്ചു വരാൻ കഴിയും എന്നതാണ് എന്റെ വിജയത്തിന്റെ ഒരുപാട് വിമർശനങ്ങൾക്ക് ഞാൻ വിധേയനായിട്ടു. ഇത്തവണയും മാധ്യമങ്ങൾ എന്നെ വല്ലാതെ കേൾക്കുകയാണ്. അവർ പറഞ്ഞത് കേരളത്തിൽ 19 സീറ്റ് UDF ജയിക്കും, പക്ഷെ 1 സീറ്റ് പോക്കും. അത് ഞാനായിരിക്കുമെന്നാണ് സർവേകളിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു വന്നു എന്നുള്ളത് പിന്നിട്ട വഴികളിൽ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് ഞാനായതുകൊണ്ടാണ് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെപ്പോലെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പലരും കടന്നു വന്നിട്ട് അവർക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാറുണ്ട്. ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായ ആക്രമണങ്ങൾ, അതുപോലെ ഒരുപാട് പ്രതിസന്ധികളും എനിക്ക് നേരിടേണ്ടി. ഒരു ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായി, അത് എന്നെ അയോഗ്യനാക്കി. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ ജയിച്ചു വന്നു. പിന്നെ പല തരത്തിലുള്ള ആക്രമണം, അതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ വിദ്യാർത്ഥി രംഗത്തിന്റെ യുവജന രംഗത്തും അതിനുശേഷം പാർട്ടിയിലുമൊക്കെ നേടിയ ആ ഒരു മെയ്വഴക്കം തന്നെയാണ്.